ഇങ്ങോട്ട് നോക്കി പറയും. ഹലോ കായ് പറയും. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് അമ്മായി ചാനലിൽ അമ്മായി കയ്യിന് വേദന ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഞാനാണ് ഇവിടെ ടിഫിൻ ഉണ്ടാക്കുകയാണ്. റവയാണ് ഉണ്ടാക്കുന്നത്. റവ അത് സാധനങ്ങളൊക്കെ റെഡിയാക്കി എണ്ണ ആദ്യമായിട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട്. CH എണ്ണയാണ് ഒഴിക്കുന്നത്. വളരെയധികം വിലയാണ്, വിലയോട് താങ്ങാൻ വയ്യാത്ത വിലയാണ്. പക്ഷേ ഉപയോഗിക്കുക കുറച്ച്, പകുതി ഒഴിക്കുക, അത്രേ ഉള്ളൂ. കുറച്ച് അതാണ് മുടിക്കുക. എണ്ണ ചൂടായ ശേഷം എൻ്റെ മൂത്ത് എണ്ണ ചൂടായ ശേഷം ആദ്യമായിട്ട് കടുക് ഇടുക. അപ്പോൾ എണ്ണ ചൂടായ ശേഷം കടുക് ഇടുക. ആ കടുക് ഇട്ട ശേഷം ചെടി കടുകടിയിൽ അങ്ങനെ ഒരു പൊട്ടൽ വരും. പൊട്ട ശേഷം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, ഉള്ളി. അപ്പോൾ ആദ്യം ഇഞ്ചും പൂണ്ടും കടുക് പൊട്ടിയ ശേഷം ഉള്ളിട്ട്, ഉള്ളിൻ്റെ കൂടെ പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഒന്നായിട്ട് ഇട്ട്, ഇനിയുള്ളത് കരിവേപ്പിൻ്റെ ഇല. അതെല്ലാം ഇട്ട ശേഷം നല്ലപോലെ ഇളക്കിയ ശേഷം അത് വറവായ ശേഷം ഈ ഒരു ചെറിയ തക്കാളി ചെറുതായി നുറുക്കിയിട്ട് ഉള്ളി ചുവന്ന ശേഷം തക്കാളി അതിലേക്ക് ചേർക്കണം. ഇന്നത്തെ ഉപ്പുമാവിൽ റഹ്മത്തും ബർക്കത്തും നൽകണമേ അല്ലാഹ്. ഈ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങളുടെ ആരോഗ്യം ശരിയായ നിലയിൽ നിലനിർത്തണമേ റഹ്മാനായ തമ്പുരാനെ. ഈ ഉള്ളി എവിടെ നിന്നാണോ വന്നത് അവർക്ക്, കർഷകർക്ക് അല്ലാഹുവേ അതിനുള്ള ബർക്കത്തും റഹ്മത്തും നൽകണമേ. കരിവേപ്പിൻ്റെ ഇല കൊടുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ കുട്ടിമൗലിയരുടെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. അവർക്കും ആ വീട്ടുകാർക്കും അതിനുള്ള ബർക്കത്തും റഹ്മത്തും നൽകണമേ. ഇങ്ങനെയുള്ള കൃഷിയിടങ്ങളിൽ കൃഷി ഉണ്ടാക്കിയ ശേഷം ഇഞ്ചി, തക്കാളി എല്ലാം ഇവിടെ വരുന്നു. ഒരു തക്കാളി തിരിച്ചെടുത്തു. ഈ തക്കാളി എവിടെ നിന്നാണ് വന്നത്? അവരുടെ പാടത്ത് അദൃഷ്ടമായ റഹ്മത്ത് നൽകി അവർക്ക് കുടുംബത്തിന് സന്തോഷം നൽകണേ റഹ്മാനായ തമ്പുരാനെ. ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ ഇതേമാതിരി ദുആ ചെയ്ത ശേഷമാണ് എൻ്റെ ഭക്ഷണം കഴിക്കൽ. കാരണം പാടത്ത് പണിയെടുക്കുന്നവരെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് വെയിലത്തും മഞ്ഞത്തും തണുപ്പത്തും അവർ പാടത്ത് എത്രയോ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഈ വക സാധനങ്ങൾ ഇവിടെ എത്തുന്നത്. അത് നിങ്ങളാരും ചിന്തിക്കാറില്ല, പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട്. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. അവരുടെ കുടുംബത്തിനും അവർക്കും അവരുടെ കുട്ടികൾക്കും കുടുംബത്തിനും എല്ലാം ഞാൻ ദുആ ചെയ്ത ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കുക. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും ഞാൻ ആദ്യമേ ദുആ ചെയ്തിട്ടാണ് കഴിക്കുക. ഇതാണ് എൻ്റെ ഒരു സ്പെഷ്യലാലിറ്റി. അപ്പോൾ ഉള്ളി, തക്കാളി ഇതൊക്കെ വറവായി. സിമ്പിളായിട്ട് ലേശം മഞ്ഞൾ, സിമ്പിളായിട്ട് ലേശം കളർ അത് ചേർത്ത്. ഇനി വാട്ടർ, വെള്ളം ശരി. അപ്പം അതായ ശേഷം
കുറച്ച് റോസ്റ്റ് ആയാൽ കുറച്ച് വറവായാൽ വെള്ളം ഒഴിക്കുക. ആ വെള്ളമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതാ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കുന്നവർക്ക് ആരോഗ്യം നിലനിർത്തി റബ്ബേ. വിശപ്പടക്കി രോഗമില്ലാത്ത തോതിൽ ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് നന്മ നൽകി അല്ലാഹുവേ. ഇനി ഉപ്പിടുകയാണ്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടുക. കുറച്ച് മതി, കാരണം പരിസര തേങ്ങാ പുണ്ണാക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് കുറച്ച് ഉപ്പിടുക. സിമ്പിളായിട്ട് ആവശ്യത്തിന് മാത്രം. ഇനി തിളച്ച ശേഷമാണ് ആദ്യം റവ ചേർക്കും. ഈ റവ സേമിയ അത് തിളക്കട്ടെ. ഇങ്ങോട്ട് ഇതെടുത്ത് അപ്പം മേൽ പറഞ്ഞ വെള്ളം തിളച്ചോ. ആ തിളച്ച ആദ്യം സേമിയാണ് ആദ്യം ഇടുന്നത്. ഒരു പാക്കറ്റ് സേമിയ ഇട്ട് അതൊന്നിങ്ങനെ തിളക്കുന്നത് എടുക്കും. അപ്പോൾ സേമിയ ഇട്ട് ശരിക്ക് തിളച്ചപ്പോൾ ഇനിയാണ് റവ ഇടുന്നത്. റവ കട്ട പിടിക്കാത്ത തോതിൽ റവ ഇട്ടിട്ട് ഇളക്കുക. കട്ട പിടിക്കാൻ പാടില്ല. ഇനി അത് വെന്ത ശരിക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളമുള്ളത് കമ്മിയുണ്ടെങ്കിൽ ചേർക്കുക. അതല്ലെങ്കിൽ ആവശ്യമുള്ളത് ശരി വെക്കുക. ഇപ്പോൾ ഇതാണ് ഒരു റവ. ഈ റവയിൽ എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. സിനിമ ആക്ടർമാർക്ക് വരെ കഴിക്കാൻ പറ്റിയ ഉപ്മാവാണ് റവയാണ്. സിനിമ ആക്ടർമാർക്ക്, പണക്കാർക്ക്, സാധുക്കൾ എല്ലാവർക്കും കഴിക്കാം. നെയ്യ് കാശുണ്ടെങ്കിൽ നെയ്യ് കൊണ്ടുണ്ടാക്കിയാൽ അത് ഭയങ്കര ടേസ്റ്റും രുചിയും കിട്ടുന്നതാണ്. അങ്ങനെ ഇത് ഇനിയിപ്പം മൂടി വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുക്കുക. അപ്പം ഇന്നത്തെ റവ ഇവിടെ പൂർത്തിയായി. ഇന്നത്തെ വീഡിയോ കഴിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലമർത്തുക. ഹായ്. ബൈ.